കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ പണിമുടക്ക് നടത്തും. 10 തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൻ്റെ ഭാഗമാകുമെന്നാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് തനേഷ് തമ്പി റിപ്പോർട്ട് ചെയ്യുന്ന. പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം സ്തംഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. തനേഷ് തമ്പി തത്സമയം ചേരുന്നു. തനേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹർത്താൽ പ്രതീതി തന്നെ ഉണ്ടാകും ഈ പണിമുടക്കിൽ എന്നുള്ളത് ഉറപ്പാണ്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളെല്ലാം, അതായത് BMS ഒഴികെയുള്ള CITU, INTUC, AITUC, HMS തുടങ്ങിയ എല്ലാ ട്രേഡ് യൂണിയനുകളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പണിമുടക്ക് ഒരുപക്ഷെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നതും കേരളത്തെ തന്നെ ആയിരിക്കും. സംയുക്ത കിസാൻ മോർച്ചയും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ, അധ്യാപകരുടെ സംഘടനകൾ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള സർവീസ് സംഘടനകളും ഈ പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ച് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഹർത്താൽ പ്രതീതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓടില്ല. ടാക്സി സർവീസുകൾ, ഓട്ടോ സർവീസുകൾ ഉണ്ടാകില്ല. അങ്ങനെ സ്വാഭാവികമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. അതേസമയത്ത് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള അസൗകര്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക്. ഒപ്പം തന്നെ അധ്യാപകർ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി വിദ്യാലയങ്ങൾ പൂർണ്ണമായും അടച്ചിടാനാണ് സാധ്യത കാണുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാൽ, അതുപോലെ തന്നെ പത്രം തുടങ്ങിയ അവശ്യ സർവീസുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. 17 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ലേബർ കോഡുകൾ നിലവിൽ വരുന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയനുകളുടെ സ്വാധീനം ഇല്ലാതാകും എന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കണം എന്ന ആവശ്യവും ഈ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ നിലയിൽ നാളെ ഒരു ഹർത്താൽ പ്രതീതിയോടെയായിരിക്കും കേരളം ഈ ഒരു സംയുക്ത ട്രേഡ് യൂണിയന്റെ പണിമുടക്കിനെ സ്വീകരിക്കുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി.